ചിക്കന് ഇഞ്ചി വേണം. ചിക്കൻ വാങ്ങിച്ചു, അപ്പോൾ ഇഞ്ചി വേണം, പച്ചമുളക് വേണം. ഇതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പം പിന്നെ നമ്മളെന്തെങ്കിലും വാങ്ങിക്കാൻ പോകണം. എന്നിട്ട് പറഞ്ഞ് വാങ്ങിക്കണോ, ഞാൻ പറഞ്ഞ് വാങ്ങിക്കണ്ട, ഞാൻ എല്ലാം എടുത്തുകൊണ്ട് വരാം. അങ്ങനെ ഇപ്പം ഇഞ്ചി എടുക്കാൻ വന്നിരിക്കുകയാണ്. ഇഞ്ചി ഉണ്ടോയെന്ന് അറിഞ്ഞില്ല. കത്തിരി തൈക്ക് വെള്ളം ഒഴിക്കാതെ ഒരു നേരത്തെ നോക്കിയെടുത്ത് ഇഞ്ചി ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഇഞ്ചി ഇന്നാൾ പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇത്തിരി എടുക്കാം. പിന്നെ പച്ചമുളക് തേൻ നിൽക്കും. രണ്ടും കൂടെ ഒത്താകുമ്പോൾ പച്ചമുളക് തൊലയും. ഇല്ലേ ധാരാളം, ഇതേപോലെ ധാരാളം. ബാക്കി അങ്ങ് നട്ട് വയ്ക്കാം. അവിടെ തോനെ നിൽക്കുന്നു. പക്ഷേ ഇഞ്ചി അത്രയ്ക്ക് ആയില്ല ഒരിടത്ത്. കുറേ ദിവസമായാലും നമ്മൾ ഇഞ്ചി വെട്ടിയൊക്കെ എടുത്തിട്ട്. ഇനി പച്ചമുളക് വയ്ക്കണം. പച്ചമുളകൊക്കെ തോനെയുണ്ട് ഇവിടെയൊക്കെ, നിറച്ചുണ്ട് പച്ചമുളക്. നല്ല വെയിലും ഉണ്ട്, തോനെ പച്ചമുളകും ഉണ്ട്. എന്താ പച്ചമുളക് നിൽക്കുന്നുണ്ട്, തോനെയുണ്ട്. തോനെ തൈ നട്ടിട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ. ആവശ്യത്തിൽ കൂടുതലുണ്ട് കറിക്കൊക്കെ. കാന്താരി ഉണ്ട്, പച്ചമുളക് തോനെയുണ്ട് ഇവിടെ. കാണിച്ചു തരാം എന്തായി. കണ്ടോ, നിറയെ പച്ചമുളക് ഉണ്ട് ഇതിൽ. ഇഷ്ടംപോലെ പച്ചമുളക് ഒക്കെയാണ്. നല്ല കായ്ക്കുന്ന തൈയാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒരു വളവും ഇട്ടിട്ടില്ല. നമ്മളിതൊക്കെ വിത്തിട്ട് പൊടിപ്പിച്ച തൈകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ മതി. ഇതിന് ധാരാളം ഇഞ്ചി, പച്ചമുളക്, ഒരു കത്തിരിക്കയും കൂടെ പറിച്ച്. കണ്ട, 5 അടിയിൽ കൂടുതൽ വളർന്ന് നിൽക്കുന്ന പച്ചമുളക് തൈയാണ്. ഇതാണ് മുളക്. 5 അടിയിൽ കൂടുതലുണ്ട് ഇതിൻ്റെ പൊക്കം. 6 അടി വരെ ഏകദേശം ഉണ്ട്. 6 അടി വരെ പൊക്കമുള്ള മുളക് തൈയാണിത്. കണ്ട, തോനെ മുളക് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ പറിച്ച്. ഇപ്പോൾ ഡെയിലി അവിടെയൊക്കെ നിൽക്കുന്നേ ഉള്ളൂ, കുറച്ചൊക്കെ ഉള്ളൂ. ഇനി ഇതൊരു ബാസ്ക്കറ്റിനകത്താണ് നമ്മൾ വെച്ചിരിക്കുന്നുണ്ട്. ഇത്രയും പൊക്കത്തിലുണ്ട്, വലുതായി തൈ. ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നു. ഇവിടെ കറണ്ടില്ല. ഇത് നാടൻ കോഴി. ഇത് വെള്ളക്കോഴി, ഇത് നാടൻ കോഴി. കൊച്ചുള്ളി, ഉള്ളിയൊക്കെ അരിയുന്നേ ഉള്ളൂ. വെളുത്തുള്ളി, ഉള്ളിയൊക്കെ എല്ലാം അരിഞ്ഞെടുക്കുന്നേ ഉള്ളൂ.